കയ്യിലിരുന്ന സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസുകാരനെ പിന്തുടർന്നെത്തി ഹെൽമറ്റ് കൊണ്ടടിച്ച 19-കാരൻ റിമാൻഡിൽ. കുളത്തൂർ മൺവിള സ്വദേശി റയാൻ ബ്രൂണോയാണ് പോലീസുകാരെ ആക്രമിച്ചത്. ഈ റയാൻ ബ്രൂണോ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ പൊതുനിരത്തിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലീസ് കാണുന്നത്. സിഗരറ്റ് താഴെയിടാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഈ റയാൻ ബ്രൂണോ തയ്യാറായില്ല. പിന്നീട് വാഹനത്തിൽ നിന്നിറങ്ങിയ പോലീസുകാർ ഈ സിഗരറ്റ് തട്ടിക്കളയുകയായിരുന്നു. പിന്നീട് പോലീസ് വാഹനവുമായി മുന്നോട്ട് പോയി. കഴുക്കൂടത്തെത്തിയപ്പോഴേക്കും അമ്മയും കൂട്ടി ബൈക്കിൽ ഈ റയാൻ എത്തുകയും പോലീസ് വാഹനം തടയുകയും ചെയ്തു. വാഹനത്തിന്റെ പുറത്ത് ഇറങ്ങിയ 2 പോലീസുകാർ, രതീഷ്, വിഷ്ണു എന്ന 2 പോലീസുകാരെ ഹെൽമറ്റ് കൊണ്ട് ഈ റയാൻ മർദ്ദിക്കുകയായിരുന്നു. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും പോലീസ് ഇവരെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. പണ്ടൊക്കെ ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ ഒരുത്തന്നെ 2 തല്ല് കിട്ടും, അവനത് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കും, അതവിടെ തീരും. ഈ തല്ല് കൂടിയവന്മാർ തന്നെ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുകയും സിനിമയ്ക്ക് പോവുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതും മാറിപ്പോയി. മറ്റൊരാളുടെ ജീവനെക്കുറിച്ചോ സ്വന്തം ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ വരുംവരാഴികളെക്കുറിച്ചോ യാതൊരു ചിന്തയും ഇല്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഉണ്ടാവുന്ന ചെറിയ തർക്കങ്ങൾക്ക് പോലും തല്ലാനും കൊല്ലാനും മടിക്കാത്തവരാണ്. അതുകൊണ്ട് പേടിച്ച് ജീവിക്കണമെന്നല്ല, പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന വഴക്കുകളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുന്നതാണ് ഈ കാലഘട്ടത്തിന് അനുയോജ്യം.